പ്രതിഷേധം നഗരത്തിലേക്ക് നീങ്ങാൻ ഇംതിയാസ് കരീം കൂടിയുണ്ട്. ഇംതിയാസ്, പോലീസുമായുള്ള ഒരു നേർക്കുനേർ സംഘർഷം ഒഴിവായി എന്ന് തോന്നുന്നു. നേതാക്കൾ പിന്തിരിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകരെ. പക്ഷേ നഗരത്തിൽ കൊടിതോരണങ്ങളും മറ്റു ബാനറുകളും ഒക്കെ നശിപ്പിക്കുന്ന നിലയിലേക്ക് പോയാൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉണ്ടാവും. എന്താണ് ഇപ്പോൾ ഇംതിയാസ് കാണുന്നത്? അഭിലാഷ്, സ്ത്രീ UDF സംഘം, UDFന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ IG ഓഫീസിന് മുൻപിൽ ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുന്നത്. UDFന്റെ തന്നെ DCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ വന്ന് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പ്രവർത്തകർ നേതാക്കളോട് പോലും കൂടുതൽ പ്രകോപനപരമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഒരു നിര തന്നെ പോലീസ് ബാരിക്കേഡിനപ്പുറത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ നഗരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പ്രശ്നമാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഈ നഗരത്തിൽ റോഡിലാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. അല്പസമയം മുൻപ് വരെ ഒരു കൂട്ടം പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ അവിടെയും ഇതിന്റെയൊക്കെ നേതാക്കൾ തന്നെ എത്തിക്കൊണ്ട് അതിൽ നിന്നൊക്കെ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ എന്തായാലും ഈ ബാരിക്കേഡിന്റെ അടുത്ത് നിന്ന് പ്രവർത്തകർ പിറകിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഉറപ്പിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അങ്ങനെ പോലീസുമായൊരു വാക്കേറ്റത്തിലേക്ക്, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് വലിയ രീതിയിൽ വഷളാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിലൂടെ മറ്റൊരു വശത്തേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ നടത്തിയ പ്രകടനത്തിൽ, UDF നടത്തിയ പ്രതിഷേധത്തിൽ നിരവധി ഫ്ലെക്സ് ബോർഡുകളടക്കം വലിച്ചു കീറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നഗരത്തിൽ കാണുന്നതെല്ലാം നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു രീതിയായിരുന്നു പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നു. പക്ഷെ അങ്ങനെ വലിയ അക്രമത്തിലേക്കോ അതല്ലെങ്കിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ കുറെ സമയം കൂടെ ഈ പ്രതിഷേധം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് അണപൊട്ടും, വലിയ സംഘർഷത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ നേതൃത്വം നൽകാൻ DCC പ്രസിഡന്റ് അടക്കമുള്ള വലിയ നേതാക്കൾ, കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കൾ ഇവിടെയുണ്ട്. അവർക്ക് അനുനയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കാര്യം.